എൻ്റെ പേര് റെന്നി അനിൽ. ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മകൾ ക്രിസ്റ്റീനയാണ്. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 2022 ജൂലൈയിലാണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, അതിന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ, പ്രത്യേകിച്ചും വൈകുന്നേരങ്ങളിലാകുമ്പോൾ ഒരു ഡോറിൽ നോക്ക് ചെയ്യുന്ന സൗണ്ടും സംസാരിക്കുന്ന സൗണ്ടും ഒരു ദുർഗന്ധവും വരുമായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ഒത്തിരിയേറെ പ്രാർത്ഥനകൾ നടത്തിയിരുന്നു ഞങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം യൂട്യൂബിൽ ഞാൻ ഇവിടെ കൃപാസനത്തിൽ നിന്നും ഒരു ചേച്ചിയുടെ സാക്ഷ്യം കേൾക്കാനിടയായി. അപ്പോൾ ആ സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ തുടരെ 2-3 സാക്ഷ്യങ്ങൾ കേട്ടു. അപ്പോൾ ഞാൻ ഈ കൃപാസനത്തിലെ ചാനലിൽ ചെന്ന് നോക്കുകയും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേൾക്കുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഡെയിലി പള്ളിയിൽ പോകുവാനും 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുവാൻ പോയി തുടങ്ങി. ഉടമ്പടി വന്ന് എടുക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും ആദ്യ നാളുകളിൽ സാധിച്ചിരുന്നില്ല. പിന്നെ ഉടമ്പടി വന്ന് ഞങ്ങൾ എടുത്തതിന് ശേഷം ഞാനും എൻ്റെ ജീവിത പങ്കാളിയും കൂടി ഇവിടെ നിന്ന് കിട്ടിയ നേർച്ച വസ്തുക്കളായ ഉപ്പ് ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റുമിട്ടതിന് ശേഷം ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ ഇവിടെ നിന്ന് കിട്ടിയ ഒരു ചെറിയ രൂപമുണ്ടായിരുന്നു, അത് പിടിച്ച് ജപമാല ചെല്ലുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണം ചെല്ലുകയും ചെയ്തു. അങ്ങനെ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ദുർഗന്ധമുണ്ടാകുകയോ സൗണ്ട് കേൾക്കുകയോ ഒന്നും ഉണ്ടായില്ല. ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. രണ്ടാമത്തെ സാക്ഷ്യം, ഞാൻ ആ ഉടമ്പടി നിയോഗത്തിൽ വെച്ചിരുന്നത് എൻ്റെ മകന് പെട്ടെന്ന് തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാരണവുമില്ലാതെ തുമ്മൽ വരികയും കണ്ണ് നിറഞ്ഞു വരികയും പിന്നെ അവന് സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടാകുന്ന അവസ്ഥ. ഹോസ്പിറ്റലിലൊക്കെ കാണിക്കുമ്പോൾ ആ സമയത്ത് പ്രശ്നമില്ലാത്തതുകൊണ്ട് ഡോക്ടേഴ്സിനൊന്നും പറയാനില്ല. അങ്ങനെയായിരുന്നതുകൊണ്ട് ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഞാൻ ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ കേട്ടിരുന്നു, അനേകം പേര് കുട്ടികൾക്ക് ഉപ്പും തേനും കൊടുക്കുകയും തൈലം പൂശി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഞങ്ങളങ്ങനെ ചെയ്തു. അതിനുശേഷം പിന്നെ അവനങ്ങനെ ഒരു രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ആ ഉടമ്പടി നിയോഗത്തിൽ ഞങ്ങൾ 3ാമതൊരു നിയോഗം വെച്ചിരുന്നത് എൻ്റെ ജീവിത പങ്കാളിയുടെ അപ്പച്ചനും അമ്മയും ഒരു ആക്സിഡൻറ്റിൽ പെടുകയും ആ ആക്സിഡൻറ്റ് ഞങ്ങൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ അതിൻ്റെ പൈസ ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. 18 വർഷങ്ങൾക്ക് ശേഷം ഈ ഉടമ്പടിയിൽ ഞങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കത് കിട്ടി. 2022 ജപമാല റാലിയിൽ ഞാൻ പങ്കെടുക്കുകയും അതിലെൻ്റെ ആദ്യത്തെ നിയോഗമായിരുന്നു എൻ്റെ മൂത്ത മകൾക്ക് ഒരു വർഷം +2 പാസ്സായതിനു ശേഷം ഒരു വർഷം നഷ്ടപ്പെടുത്താതെ ഒരു നഴ്സിംഗ് പ്രൊഫഷനിലേക്ക് ഒരു സ്കൂളിൽ പഠിക്കുവാൻ അല്ലെങ്കിൽ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടുവാനായിട്ട് നിയോഗം വെച്ച് ഞാനിരുന്നു. കാരണം ഞങ്ങൾ അതിക്ക് മുമ്പ് വിചാരിച്ചു നാട്ടിൽ എവിടെയെങ്കിലും അവൾക്ക് അഡ്മിഷൻ കിട്ടുമായിരിക്കുമെന്ന്. പക്ഷേ അത് കിട്ടിയില്ല. ഒക്ടോബർ 28 ആയിരുന്നു ആ വർഷത്തെ ജപമാല റാലി. നവംബർ 15 ഞങ്ങൾക്ക് സ്പോൺസർഷിപ്പോട് കൂടി അവൾക്ക് തമിഴ്നാട്ടിലൊരു ക്രിസ്ത്യൻ സ്ഥാപനത്തിൽ BSc നഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. അതിനുശേഷം എൻ്റെ 2ാമത്തെ ഉടമ്പടി പുതുക്കേണ്ട സമയമാകാറായിരുന്നു. ഞാനൊരു നേഴ്സാണ്. പക്ഷേ എനിക്ക് 9 വർഷത്തെ കരിയർ ഗ്യാപ്പും 40 വയസ്സിന് മേലെ പ്രായവും ഉണ്ടായിരുന്നു. ഞാൻ ജോലി അന്വേഷിക്കുന്നുണ്ടായിരുന്നു 2020 തൊട്ട്. പക്ഷേ ഏതൊരു ഹോസ്പിറ്റലിൽ ഞാൻ ചെല്ലുമ്പോഴും എൻ്റെ ഈ കരിയർ ഗ്യാപ്പ് ഉള്ളതുകൊണ്ടും ഏജ് ഇത്രയും ആയതുകൊണ്ടും ആരും ജോലിയിൽ എനിക്ക് തന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയൊരു ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. അങ്ങനെയായിരിക്കുമ്പോഴാണ് തൃശ്ശൂർ എൻ്റെ അനിയത്തിയൊരു സിസ്റ്ററാണ്, ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റർ ഇവളുടെ അടുത്ത് പറഞ്ഞിട്ട് അവിടെ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോടും എൻ്റെ അനിയത്തിയോടും ഞാൻ പറഞ്ഞു, ഇത്രയും നാളും കിട്ടാതിരുന്നൊരു ജോലിയാണോ കിട്ടാൻ ഇനി പോകുന്നതെന്ന്. അപ്പോൾ എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു, ഇത്രയുമേറെ ദൈവം നമ്മളെ അനുഗ്രഹിച്ചിട്ട് നിനക്ക് എന്തുകൊണ്ട് വിശ്വാസമില്ല എന്ന് ചോദിച്ചു. ഞാൻ ഈശോയോട് ഒത്തിരി മാപ്പപേക്ഷിച്ച് ആ രാത്രി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു കിടന്നു. അപ്പോൾ എനിക്ക് ആ രാത്രിയിൽ ഞാൻ ഒന്ന് മയങ്ങിയപ്പോൾ നമ്മുടെ പച്ച മെഴുകുതിരിയുടെ കളറുള്ള ആ ഡ്രസ്സിലിട്ട് ഒരു സുന്ദരിയായ ചേച്ചി വന്ന് എൻ്റെ കയ്യിലേക്ക് ഒരു സമ്മാനം തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവാണ് എനിക്ക് ഈ ജോലി തരുന്നതെന്ന്. ഞാനവിടെ ചെന്ന് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു. അവിടെ 3 സെക്ഷൻസ് ഉണ്ടായിരുന്നു. എനിക്കറിയില്ല, ഞാൻ ഈ 9 വർഷത്തെ കരിയർ ഗ്യാപ്പും പഠിച്ചിട്ട് ഒത്തിരി വർഷങ്ങളുമായി ഒന്നും അങ്ങനെ ഓർക്കുന്നില്ല, ഒന്നും പ്രിപ്പയർഡ് അല്ല. പക്ഷേ എന്നിരുന്നാലും ആരോ എന്നെ പറഞ്ഞു തരുന്നത് പോലെ എനിക്ക് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ സാധിച്ചു. അന്ന് തന്നെ ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് ആ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ എൻ്റെ വാട്സപ്പിൽ കിട്ടി. അതിന് ഞാൻ 1000 നന്ദി പറയുന്നു. ഇപ്പോൾ ഞാൻ 1.5 വർഷമായി ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ എൻ്റെ 2ാമത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷമുള്ള നിയോഗമായിരുന്നു എനിക്ക് എപ്പോഴും ഇങ്ങനെ ആരോടായാലും
ഒന്നും ചിന്തിക്കാതെ ചാടിക്കയറി അല്ലെങ്കിൽ കയർത്ത് സംസാരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ജീവിത പങ്കാളി എപ്പോഴും എന്നോട് പറയുമായിരുന്നു, അത് നീ ഉടമ്പടിയിലായതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഭാവിയിലായാലും ഇത് ബുദ്ധിമുട്ടാണ് എന്ന് പറയുമായിരുന്നു. പക്ഷേ എനിക്കത് നിർത്തുവാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ഒരാൾ അല്പം സീരിയസ് ആയിട്ട് ഒരു കാര്യം എൻ്റെ അടുത്ത് സംസാരിച്ചു. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞാനും ആ ആൾ പറഞ്ഞു അതേ ടോണിൽ തിരിച്ചു പറഞ്ഞു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് സങ്കടമായി. ഞാനത് കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ അത് മാതാവിൻ്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞ് ആ ആളോട് ക്ഷമിക്കണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ക്ഷമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എന്നിരുന്നാലും ആ ആളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് എനിക്ക് ദേഷ്യമാണ്. അപ്പോൾ എൻ്റെ ഭർത്താവ് എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് ആ വ്യക്തിയുടെ പേര് കേൾക്കുമ്പോൾ പോലും ഇത്രയും ദേഷ്യമായി സ്ഥിതിക്ക് നിൻ്റെ ഉള്ളിൽ ആ ആളുടെ വെറുപ്പായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല എന്ന്. അപ്പോൾ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ തർക്കിക്കാനില്ല, ഒന്നെങ്കിൽ നിനക്ക് ഏതെങ്കിലും ഒരു വൈദികനോട് ചോദിക്കാം, അല്ലെങ്കിൽ ബൈബിൾ എടുക്കാം. ബൈബിൾ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിർദ്ദയനായ വൃത്തിൻ്റെ ഉപമ എന്നുള്ള ആ ഭാഗമായിരുന്നു. അതിലെനിക്ക് കിട്ടിയ വചനം, നിങ്ങളുടെ സഹോദരരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവും അങ്ങനെ തന്നെ നിങ്ങളോട് പ്രവർത്തിക്കും. അപ്പോൾ എനിക്ക് പേടിയായി. ഞാൻ പരിശുദ്ധ അമ്മയോട് ചോദിച്ചു, അമ്മ എന്താ ചെയ്യുക? ഞാൻ കുറച്ച് ദിവസങ്ങൾ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാനും എൻ്റെ ജീവിത പങ്കാളിയും ആ വീട്ടിലേക്ക് കടന്നു ചെന്ന് ആ വ്യക്തിയുടെ അടുത്ത് മാപ്പ് ചോദിച്ചു. ഇന്നിപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി അവരുമായി സഹകരിച്ചു പോകുന്നു. പിന്നെ എനിക്ക് രണ്ടാമത്തെ എൻ്റെ ഉടമ്പടി പുതുക്കിയപ്പോൾ എൻ്റെ രണ്ടാമത്തെ മകൾ 10th അവളുടെ മോഡൽ എക്സാം കഴിഞ്ഞപ്പോൾ അവൾക്ക് ഒത്തിരി മാർക്ക് കുറവാണ്, പ്രത്യേകിച്ചും മാത്സിന്. ഞങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷയുണ്ടായിരുന്നില്ല മാത്സ് അവൾ കയറിപ്പോരുമെന്ന്. പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, നിയോഗം വെച്ചിരുന്നു, 95% മാർക്കെങ്കിലും നൽകി ഇവളെ അനുഗ്രഹിക്കണമേ എന്ന്. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം ഒത്തിരി കരഞ്ഞുപോയി. കാരണം 98.6% മാർക്ക് നൽകി ദൈവം അവളെ അനുഗ്രഹിച്ചിരുന്നു. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞിരുന്ന എൻ്റെ മൂത്ത മകൾ നഴ്സിംഗിലേക്ക് കടന്നു പോയതിന് ശേഷം ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ അവൾക്ക് അവിടെ നിൽക്കാൻ ഞാനിവിടെ നിൽക്കില്ല, ഞാൻ തിരിച്ചു പോരുവാണ്, കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യുകയെന്ന് പറയുന്നു. നമ്മൾ ഈ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോൾ അടച്ച പണമെല്ലാം ഒരു സീറ്റിൻ്റെ കാശ് മുഴുവൻ തിരിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ഞാനിവിടെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ടായിരുന്നു. ആ പ്രെയർ ഇട്ടതിനോടൊപ്പം തന്നെ പിന്നത്തെ ആഴ്ചകളിലെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ്റെ ശുശ്രൂഷയിൽ ഞാനും എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അതിനുശേഷം ഒരു വർഷത്തോളം കഴിഞ്ഞപ്പോൾ ആളവിടെ സെറ്റാവുകയും ഇപ്പോൾ ആ കോഴ്സ് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് തൈലം ഉപയോഗിച്ചിട്ട് എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു പൊള്ളലുണ്ടാകുകയും ആ പൊള്ളലുണ്ടായപ്പോൾ ജീവിത പങ്കാളി 2 ദിവസമായി തൈലം മാത്രമേ ഉപയോഗിച്ചുള്ളൂ. പക്ഷേ ഫ്രണ്ട്സൊക്കെ വന്ന് പറഞ്ഞ് എൻ്റെ മോളുടെ ഒരു കൂട്ടുകാരി ഒരു മുറിവെണ്ണ കൊണ്ടുവന്ന് അതിൽ അപ്ലൈ ചെയ്തു. ആൾക്ക് താല്പര്യമില്ലായിരുന്നു. അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന് ഭയങ്കരമായ വേദനയായി. ആൾ അപ്പം തന്നെ അത് കഴുകിക്കളഞ്ഞ് തൈലം പുരട്ടി. ആ ഒരാഴ്ച പുരട്ടിയതിന് ശേഷം അത് ഭേദമാവുകയും എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു ഇത് എപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു തണുപ്പ് അതൊരു കുളിർമ അനുഭവപ്പെട്ടിരുന്നു എന്ന്. അങ്ങനെ തൈലം ഉപയോഗിച്ചും ഉപ്പ് ഉപയോഗിച്ചും ഒത്തിരിയേറെ തേൻ ഉപയോഗിച്ചും ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എൻ്റെയോടൊപ്പം ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ പപ്പയ്ക്ക് സെല്ലുലൈറ്റിസ്, അതായത് കാലിൽ ഇൻഫെക്ഷൻ ആകുന്ന അവസ്ഥ, ഇങ്ങനെ പൊട്ടി ഒലിച്ച് ചലം വരുന്നൊരവസ്ഥയായിരുന്നു. ഇൻഫെക്ഷൻ ഒത്തിരി ഉണ്ടായിരുന്നു. ഞാൻ അവൾക്ക് ഉപ്പ് കൊടുക്കുകയും ആ ഡ്രസ്സിങ്ങിൻ്റെ ഒപ്പം അവൾ ഉപ്പ് വെച്ച് അത് ഒരാഴ്ച ചെയ്തില്ല, അതിനു മുമ്പ് തന്നെ പൂർണ്ണമായും അത് സൗഖ്യപ്പെട്ടു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന് അനുഗ്രഹിച്ച ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു.